പിണറായി വിജയനായ ഞാൻ എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷ നൽകിയ അധികാരം പിടിച്ച മുന്നണിയുടെ വിജയഭേരിയായിരുന്നു ഈ മുഹൂർത്തം. അഴിമതിയും കടുകാര്യസ്ഥയും തൂത്തെറിഞ്ഞ് സംസ്ഥാന ഭരണത്തെ നിർവഴിക്ക് നടത്താൻ കരുത്തനായ മുഖ്യമന്ത്രി. എല്ലാ അർത്ഥത്തിലും പിണറായി വിജയൻ മുന്നിൽ നയിക്കുന്ന സർക്കാരിൻ്റെ 100 ദിവസത്തെ ഭരണത്തിൽ തിളങ്ങി നിൽക്കുന്നത് കുടിശ്ശിക തീർത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതും പൂട്ടിക്കിടന്ന കശുവണ്ടി ഫാക്ടറികൾ തുറന്നതുമാണ്. വിലക്കയറ്റത്തിലെ വിപണി ഇടപെടലും നേട്ടങ്ങളുടെ മുൻനിരയിലുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ, വൈദ്യുതി ഇടനാഴി തുടങ്ങിയ പദ്ധതികൾ കുരുക്കഴിക്കാനുള്ള ശ്രമങ്ങളും സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമത ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലുകളും സർക്കാരിൻ്റെ വേറിട്ട വഴി വ്യക്തമാക്കി. മികച്ച പ്രതിച്ഛായയുള്ള ജേക്കബ് തോമസിനെ വിജിലൻസ് തലപ്പത്ത് വെച്ചതും ബാർക്കോഴ കേസിലെ തുടരന്വേഷണ തീരുമാനവും അഴിമതിക്കെതിരായ സർക്കാർ നിലപാടിന് അടിവരയിട്ടു. വിവാദങ്ങൾ തടസ്സമാകരുതെന്ന കരുതലിലാകണം മന്ത്രിസഭായോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനം മുഖ്യമന്ത്രി വേണ്ടെന്ന് വെച്ചു. പക്ഷേ വിവാദങ്ങൾക്ക് ഒട്ടും കുറവുണ്ടായില്ല എന്ന് മാത്രമല്ല, സുതാര്യത അവകാശപ്പെടുന്ന സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ വരെ അത് ചോദ്യം ചെയ്തു. ഡൽഹിയിലെ ആദ്യ വാർത്താസമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി വിവാദത്തിൽപ്പെട്ടു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന പ്രസ്താവന കത്തിപ്പടർന്നപ്പോൾ വിസ്തീർണമിറക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. ലോട്ടറി മാഫിയയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവ് എം കെ ദാമോദരൻ ഹാജരായപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട വിവാദം സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ പ്രചാരക ഗീതാ ഗോപിനാഥിനെ മുഖ്യമന്ത്രി ഉപദേശകയാക്കിയതും വിവാദത്തിലായി. ഇക്കാര്യത്തിൽ ധനമന്ത്രിയുടെ മൗനവും ശ്രദ്ധിക്കപ്പെട്ടു. സ്കൂളിൽ പുസ്തകമെത്താത്തത് പ്രചാരണ വിഷയമാക്കിയ സർക്കാരിന് ഓണപരീക്ഷയായിട്ടും പാഠപുസ്തകം എത്തിക്കാൻ കഴിയാത്തത് നാണക്കേടായി മാറി. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം കുഴഞ്ഞതും സർക്കാരിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് പകരം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകി VSനെ മെരുക്കാനായിട്ടും നിർണായക മുഹൂർത്തങ്ങളിൽ അദ്ദേഹം സർക്കാരിനെതിരായതും വിവാദ ഛായ പകർന്നു. ചുരുക്കത്തിൽ നേട്ടങ്ങളും വിവാദങ്ങളും നിറഞ്ഞതാണ് പിണറായി സർക്കാരിൻ്റെ ആദ്യ 100 ദിനങ്ങൾ. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.